Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases, such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ബഹുമാനരായ ഗുരുജനങ്ങളെ, സ്നേഹമുള്ള ഡോക്ടർ ഷാജി കൃഷ്ണ, പ്രിയ സഹപാഠികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. നമ്മുടെ സ്കൂളിലെ ലഹരിവിരുദ്ധ സമിതിയുടെ ഉദ്ഘാടന ചടങ്ങിനായെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ ഡോക്ടറെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദൂഷ്യത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, കുറെ നാളുകൾക്ക് മുമ്പ് മദ്യപാനത്തിൽ നിന്ന് മുക്തനാവാൻ ട്രീറ്റ്മെന്റിനായി എന്റെ അടുത്തെത്തിയ രമേശ് ഇന്ന് നമുക്കെല്ലാം അഭിമാനമായി മാറിയതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കുന്നു. 1 മാസത്തിനിടയിൽ തന്നെ പലരെയും മദ്യത്തിൽ നിന്ന് മുക്തനാക്കുവാൻ ശ്രമിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിനെല്ലാം കാരണമായി തീർന്നത് നാരായണ മാഷ് എന്ന വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. രമേശിന്റെ ഈ മഹത് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ കൽപ്പിച്ച് ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും എന്റെ അഭിനന്ദനം അറിയിക്കുന്നു. മദ്യം നിങ്ങളെ ആപത്തിലേക്ക് മാത്രമേ എത്തിക്കുകയുള്ളൂ. മദ്യം വിഷമാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. അതേ കുട്ടികളെ, ഈ ചിന്തകൾ നല്ല വാക്കുകളായി, ഈ വാക്കുകൾ നല്ല പ്രവൃത്തികളായി, ഈ പ്രവൃത്തികൾ നല്ല ശീലങ്ങളായി നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. സിനിമകളിലെ മദ്യം വിളമ്പുന്ന മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയ മദ്യപാനികൾ, നമ്മുടെ ഉപബോധ മനസ്സിൽ എന്തെങ്കിലും സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന മറക്കാനാവാത്ത കാഴ്ചകളാവാം മദ്യത്തോട് പലർക്കും താല്പര്യമുണ്ടാക്കുന്നത്. പ്രിയ കുട്ടികളെ, ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിന്റെ സമ്പത്താണ്. നമ്മുടെ നാടിനെയും നാടിന് സമ്പത്തായി നിങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ചില ദുഷ്ടശക്തികൾ മദ്യത്തെയും മയക്കുമരുന്നിനെയും പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങളുടെ സന്തോഷമാർന്ന ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. സന്തോഷിക്കാൻ മദ്യപിക്കണം, സങ്കടം മാറാൻ മദ്യപിക്കണം. ഇത്തരത്തിൽ അനേകം അനാവശ്യ ചിന്തകളുണ്ട്. ഇതെല്ലാം തന്നെ താൽക്കാലികം മാത്രമാണ്. ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ലെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലുറപ്പിക്കുക. ഇത്രമാത്രമേ ഈ ശുഭവേളയിൽ എനിക്ക് പറയാനുള്ളൂ. ഈ ലഹരി വിരുദ്ധ സമിതിയുടെ ഉദ്ഘാടനം ഏവരുടെയും അനുവാദത്തോടെ നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും?